ഹലോ എവരിവൺ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പീൽ ടു അപ്പലേറ്റ് ട്രൈബ്യൂണൽ സെക്ഷൻ 112 ആണ്. അതായത് സെക്ഷൻ 107 പ്രകാരമോ സെക്ഷൻ 108 പ്രകാരമോ ഉള്ള എന്തെങ്കിലും ഒരു ഓർഡറിന് മുകളിൽ ഒരു ഗ്രീവൻസ് ഉണ്ടെന്നിരിക്കെ ആ ഒരു അപ്പീലിൽ ഡീല് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കാണോ അപ്പീൽ കൊടുക്കുന്നത് ആ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞു അസസിങ് ഓഫീസർ, അതിൻ്റെ മുകളിൽ നമ്മുടെ കമ്മീഷണർ അപ്പീൽസ്, അതിൻ്റെ മുകളിലാണ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പലേറ്റ് ട്രൈബ്യൂണലിന് സാധാരണ കൊടുക്കുന്നത് രണ്ട് കേസസിലാണെന്ന് ഞാൻ പറഞ്ഞു. സെക്ഷൻ 107 സെക്ഷൻ 108. സെക്ഷൻ 107 എന്ന് പറയുന്നത് കമ്മീഷണർ ഓഫ് അപ്പീൽസ് ആണ്. സെക്ഷൻ 108 എന്ന് പറയുന്നത് റെവിഷണറി പവേഴ്സ് ആണ്. പവേഴ്സ് ഓഫ് ദ റിവിഷണറി അതോറിറ്റി എന്നാണ് പറയാം. റിവിഷണറി അതോറിറ്റിയുടെ ഡെഫിനിഷൻ ആയിട്ട് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 99 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനി അതോറിറ്റി ഹു ഹാസ് ബീൻ ഗിവൺ ഓതറൈസേഷൻ ഓർ ഹു ഹാസ് ദ പവർ ടു എക്സിക്യൂട്ട് ദ പവേഴ്സ് അണ്ടർ മെൻഷൻ അണ്ടർ സെക്ഷൻ 108. സെക്ഷൻ 108 പ്രകാരമുള്ള പവേഴ്സ് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്യാൻ ഓതറൈസേഷനോ കിട്ടിയ ഏതൊരു അതോറിറ്റിയെയും റിവിഷണറി അതോറിറ്റി എന്ന് പറയുന്നു. ഈ സെക്ഷൻ 108ന്റെ പേരെ പവേഴ്സ് ഓഫ് റിവിഷണറി അതോറിറ്റി എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ ഇനി ഫർദർ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നൗ അപ്പീൽ ടു അപ്പലേറ്റ് ട്രൈബ്യൂണൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന കമ്മീഷണറിന്റെയോ അല്ലെങ്കിൽ റിവിഷണറി അതോറിറ്റിയുടെയോ അവരിറക്കിയേക്കുന്ന ഒരു ഓർഡറിന് എതിരെ അപ്പീൽ ചെയ്യുന്ന ആർക്കാണ്? അപ്പലേറ്റ് ട്രൈബ്യൂണലിനാണ് അപ്പീൽ കൊടുക്കുക. അപ്പോ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണലിന് അപ്പീൽ കൊടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തത്, refuse to admit any such appeal where the tax or input tax credit involved, the difference in tax or input tax credit involved, or the amount of fine, fee or penalty determined by such order does not exceed 50,000. അതായത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇൻപുട്ട് ടാക്സ്, വെദർ ടാക്സ് ഓർ ഈ ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ടാക്സിന്റെയോ ഇൻപുട്ട് ടാക്സിന്റെയോ ഡിഫറൻസോ അല്ലെങ്കിൽ അത് റിഗാർഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫൈനോ ഫീയോ പെനാൽറ്റി ആയിട്ടോ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ സ്പെസിഫൈ ചെയ്തേക്കുന്ന ഓർഡർ റിഗാർഡിംഗ് ആയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളിലുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് 50,000 കൂടുതലല്ല എന്നുണ്ടെങ്കിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിന് അങ്ങനെ ഒരു അപ്പീൽ, 50,000 താഴെയുള്ള അപ്പീൽസ്, 50,000 എമൗണ്ടിന് താഴെ മാത്രം എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള അപ്പീൽസിനെ ഔട്ട് ഓഫ് ദെയർ ഓൺ ഡിസ്ക്രിപ്ഷൻ അവർക്ക് വേണമെങ്കിൽ റെഫ്യൂസ് ചെയ്യാം എന്നതാണ് ആദ്യത്തെ ഈ പറയുന്ന സെക്ഷൻ 112 കാര്യം. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ അപ്പീൽ കൊടുക്കുന്നതിന്, അതായത് കമ്മീഷൻ ഓഫ് അപ്പീൽസിന് കൊടുക്കുന്നത്, ആ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു കമ്മീഷണറിന് അദ്ദേഹത്തിന്റെ ഓൺ മോഷൻ പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് കമ്മീഷന് കമ്മീഷൻ ഓഫ് സ്റ്റേറ്റ് ടാക്സിന്റെ റിക്വസ്റ്റ് പ്രകാരമോ കമ്മീഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറി ടാക്സിന്റെ റിക്വസ്റ്റ് പ്രകാരമോ അദ്ദേഹത്തിന്റെ ഈ കമ്മീഷണറിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാവുന്നതാണ്. എന്തിന്? ഈ പറയുന്ന അപ്പലേറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റിക്കോ അപ്പീൽ കൊടുക്കാം എന്ന ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പ്രൊപ്പറേറ്റി, അതുപോലെ തന്നെ ലീഗാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കമ്മീഷണർ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഈ അപ്പീൽ ഫോർവേഡ് ചെയ്യുന്നത്. ആ ഫോർവേഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്താണ് കമ്മീഷണർ കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനകമാണ് ഇദ്ദേഹം ഈ പറയുന്ന സംഭവം എന്താണ് അപ്പീൽ കമ്മീഷണറുമായിട്ട് ഈ പറയുന്ന കാര്യം ഫോർവേഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ സെയിം പോയിന്റ് തന്നെയാണ് അതിൽ വരുന്നത്. ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കമ്മീഷണർ അഡ്ജുഡിക്കേറ്റിംഗ് അവിടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, അത് ആരാണോ ആ ഓർഡർ ഇറക്കിയത് എന്ന രീതിയിൽ ജനറൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പാസ്ഡ് ബൈ ദി അപ്പലേറ്റ് അതോറിറ്റി ഓർ റിവിഷണൽ അതോറിറ്റി എന്ന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 107 സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. Then, when an authorized officer makes an application to the appellate tribunal, such application shall be dealt with by the appellate tribunal. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇതേപോലെ തന്നെ സാധനം പറഞ്ഞാണ്. അതായത് ഈ
പറയുന്ന കമ്മീഷണറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു സബോർഡിനേറ്റ് ഓഫീസർ ഇങ്ങനത്തെ ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്നത് 107 സെക്ഷനും 108 സെക്ഷനും പ്രകാരം ഇറങ്ങിയ ഒരു ഓർഡറിന് എതിരെ ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നതെന്നും ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസർ ആരാണോ ഈ പറയുന്ന അപ്പീലിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അദ്ദേഹം ഒരു അപ്പലന്റ് ആണെന്ന രീതിയിലേക്കാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നും നമ്മൾ കഴിഞ്ഞതിൽ വായിച്ച സെയിം കാര്യം തന്നെ ഇവിടെ വരുന്നത്. ഈവൻ ഡേറ്റിൽ ആ പീരീഡിൽ പോലും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു പോയിന്റിൽ പറഞ്ഞു 3 monthsോ പറയുന്ന 15 days ആണോ 60 days ആണോ എന്നുള്ള 30 days ആണോ 60 days ആണോ എന്നുള്ള ആ ഒരു കാര്യം വരുന്നത്. അതായത് അപ്പലന്റ് ആയിട്ട് നേരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 30 daysനകവും ഈ പറയുന്ന കമ്മീഷണർ വഴിയാണെന്നുണ്ടെങ്കിൽ അത് 60 daysനകവും ആണ് ഈ പറയുന്ന കാര്യം എന്താണ് അത് ആ പീരീഡിനകമാണ് അപ്പീൽ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ബേസിസിലാണ്. ഇനി അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ പറയുന്നത് യെസ്, ഫോർ എക്സാമ്പിൾ ഒരു അപ്പലന്റ് അദ്ദേഹം ഒരു വ്യക്തി ഒരു അഗ്രീവേഡ് ആയിട്ടുള്ള ഒരു പാർട്ടി അദ്ദേഹം അപ്പീൽ കൊടുക്കുമ്പോഴാണ് അദ്ദേഹം അപ്പലന്റ് ആവുന്നത്. ഒരു അപ്പീൽ ആർക്ക് കൊടുക്കണം? ട്രൈബ്യൂണലിന് കൊടുക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് കമ്മീഷൻ ഓഫ് അപ്പീൽസിന്റെ 107 പ്രകാരമുള്ള ഒരു ഓർഡറിനെതിരെയാണ് അപ്പീൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഫൈനോ ഈ പെനാൽറ്റിയുടെ എന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അപ്പീൽ കൊടുത്തു. അപ്പൊ ഈ അപ്പീൽ കൊടുത്തതായിട്ട് ഇങ്ങനൊരു അപ്പീൽ കിട്ടിയതായിട്ട് ട്രൈബ്യൂണല് ഈ പറയുന്ന ഏതാണോ ആ അഡ്ജുഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന റിവിഷണറി അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു അപ്പലേറ്റ് അതോറിറ്റി ആ വ്യക്തിക്ക് ഇത് ആരാണോ ഈ ഓർഡർ ഇറക്കിയത് ആരുടെ ഓർഡറിനെതിരെയാണോ ഈ പറയുന്ന അപ്പീൽ വന്നിരിക്കുന്നത് ആ ഓർഡർ ഇറക്കിയ ആൾക്ക് നോട്ടീസ് അയക്കുക. അതായത് നിങ്ങൾക്ക് എതിരെ ഇങ്ങനത്തെ ഒരു അപ്പീൽ വന്നിട്ടുണ്ട് എന്നൊരു നോട്ടീസ് അയക്കും. അപ്പോ ഓൾറെഡി ഈ പറയുന്ന കമ്മീഷണറിന് അറിയുന്നുണ്ടാവും, ഈ പറയുന്ന പാർട്ടി അഗ്രീഡ് ആണെന്ന് അറിയുന്നുണ്ടാവും. അപ്പൊ അയാള് ചിലപ്പോ നേരത്തെ തന്നെ ഈ എന്താണ് ഈ അഗ്രീഡ് പാർട്ടി കംപ്ലൈന്റ് ചെയ്യുന്നതിനോടൊപ്പം അയാളുടെ സ്വയം ഭാഗത്ത് നിന്നും ഓക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്നത് ന്യായീകരിക്കാന്നല്ല, എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഈ ഒരു ഓർഡർ ഇങ്ങനെ ഇറക്കിയെന്ന് പറഞ്ഞ് അയാൾ നേരത്തെ തന്നെ ഈ പാർട്ടി അഗ്രീഡ് പാർട്ടി അപ്പീൽ കൊടുക്കുന്നത് പോലെ തന്നെ ഈ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ ട്രൈബ്യൂണലിനെ ഇത് പറഞ്ഞ അപ്പീലിനെ ക്രോസ് ചെയ്തുകൊണ്ട് എന്താണ് ചില സമയത്ത് ഇത് വരാറുണ്ട്. ഇനി അങ്ങനെ വന്നില്ല എന്ന് തന്നെ ഇരിക്കെ അങ്ങനെ അതായത് അയാള് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ അപ്പീലിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അടുത്ത് വരികയോ വരാതിരിക്കുകയോ, അതായത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അതാണ് അവിടെ പറയുന്നത്. Notwithstanding that he may not have appealed against such order or any part thereof. ആ ഫുൾ ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ ആ ഓർഡറിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെതിരെ ക്രോസ് ചെയ്തുകൊണ്ട് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ അടുത്ത് വരികയോ വരാതിരിക്കുകയോ എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഹി മേ ഫയൽ. ഈ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ നോട്ടീസ് കിട്ടിയ ദിവസം തുടങ്ങി 45 ദിവസത്തിനകം ഈ പറഞ്ഞേക്കുന്ന അപ്പീലിന് എതിരെ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത്, ക്രോസ് ജസ്റ്റിഫിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടോ, ക്രോസ് ഒബ്ജെക്ഷൻസ്, ഒരു മെമ്മറാൻഡം ക്രിയേറ്റ് ചെയ്ത് മെമ്മറാൻഡം ഓഫ് ക്രോസ് ഒബ്ജെക്ഷൻസ് ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ എന്താണ് ഈ അപ്പലേറ്റ് അതോറിറ്റിക്ക് കൊടുക്കാവുന്നതാണ്. ഇറ്റ് വുഡ് ബി കൺസിഡേർഡ് ആസ് സിമിലർ ആസ് ഗിവിംഗ് ആൻ അപ്പീൽ ടു ദി അപ്പലേറ്റ് അതോറിറ്റി. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കും അപ്പീൽ എന്ന രീതിയിൽ, അതായത് ഈ പറയുന്ന അയാൾക്കെതിരെ പോയ അപ്പീലിന് എതിരായിട്ട് ഇയാൾക്കും ഒരു അപ്പീൽ ആർക്ക് കൊടുക്കാൻ പറ്റും? അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ കൊടുക്കാൻ പറ്റും വിത്തിൻ 45 days എന്നേ പറയുന്നുള്ളൂ. അത് ഇയാൾ നേരത്തെ കൊടുത്തണ്ടായിരുന്നില്ലേ എന്നത് ഇറസ്പെക്റ്റീവ് ആയി, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദാറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഇയാൾക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനകം എന്താണ് ഇങ്ങനത്തെ ഒരു അപ്പീൽ എന്ന രീതിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പീൽ എന്ന രീതിക്ക് അല്ലാതെ കൊടുക്കുന്നത്, പക്ഷെ അത് കൺസിഡർ ചെയ്യുന്ന ഒരു അപ്പീൽ പോലെയാണ് ഫ്രം ദി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. Then an appeal to the appellate tribunal shall be in such form verified in such manner prescribed. നിങ്ങൾക്ക് അറിയാലോ ആസ് പ്രിസ്ക്രൈബ് ലോ പ്രകാരം എങ്ങനെയാണോ പറയുന്നത് ആ ഒരു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് പ്രിസ്ക്രൈബും ആ ഒരു എന്താണ് വെരിഫൈഡ് ആയിട്ടുള്ള ഫോർമാറ്റിലും മാനറിലും ആയിരിക്കും എന്താണ് ഈ പറയുന്ന അപ്പീൽ കൊടുക്കേണ്ടാവുക. Then fees to be paid with the application for appeal എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 107 പറയുന്നത് പോലെ തന്നെയാണ്. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കുക. Then every application made before the appellate tribunal in an appeal for rectification of error or for any other purpose, restoration of an appeal or an application shall be accompanied with such fees may be prescribed. ഈ പറയുന്ന അപ്പീലിനോടൊപ്പം തന്നെ എന്തിനാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്
അതിന്റെ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു പെനൽറ്റി റിഗാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വേറെ 2 സിറ്റുവേഷൻസിൽ അപ്പീൽസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതായത് ഒന്ന്, എന്താണ്, ഇതിന് അപ്പീൽ ഫോർ റെക്ടിഫിക്കേഷൻ, എന്തെങ്കിലും എറർ ഉണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ടാണ് ഒരു അപ്പീൽ കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു അപ്പീൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടാണ്. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കൈമോഷണം സംഭവിക്കുകയോ ചെയ്തിട്ട് അത് റെസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ റെസ്റ്റോർ ചെയ്ത് പുതിയ കോപ്പി ആയിട്ടോ ആ രീതിയിൽ ഇങ്ങനത്തെ ഒരു പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഫീസ് കാര്യങ്ങൾ ഉള്ളത് പ്രോപ്പർ ആയിട്ട് അവർ അടയ്ക്കേണ്ടതാണ് എന്നും കൂടിയാണ് മെൻഷൻ ചെയ്യുന്നത്. റിക്കവറി പ്രൊസീഡിങ്സ് സെയിം തന്നെയാണ്. ഇതിലെ ബാലൻസ് എമൗണ്ട്, അതായത് ഈ അഗ്രീഡ് പാർട്ടിക്ക് എത്രയാണോ എമൗണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, ബാലൻസ് എത്ര എമൗണ്ട് ആണോ ഇത് ചെയ്തേക്കുന്നത് അതിന്റെ 10% അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആണോ ഇവിടെ വരുന്നത്. ഇവിടെ വ്യത്യാസം നേരത്തെ ഉള്ള നമ്മുടെ ഫീസ് ടു ബി പെയ്ഡിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇമാജിൻ ഇതെന്ന് പറയുന്നത് 50,000 താഴെ നമ്മുടെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എടുക്കില്ല എന്നല്ല പറഞ്ഞത്. 1 lakh ആണ് അഗ്രീഡ് പാർട്ടിക്ക് എന്താണ് ഈ ഓർഡർ വഴി പെനൽറ്റി വിധിച്ചേക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഫൈൻ ആയിട്ടോ ടാക്സ് ആയിട്ടോ 1 lakh ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 50,000 മുകളിൽ എക്സീഡ് ചെയ്തിട്ടുണ്ട്, അപ്പലേറ്റ് ട്രൈബ്യൂണൽ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 50 എന്താണ്, 1 lakh ഒന്നും അടക്കേണ്ട ഇതില്ല, എനിക്ക് ആ കൂടി ഒരു 70,000 മാത്രമാണ് ലൈബിലിറ്റി ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ 70,000 എന്ന് എത്രയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത് ആ എമൗണ്ട് ഫുൾ ആയിട്ട് അടയ്ക്കണം. പിന്നെ ബാലൻസ് എമൗണ്ട് 30,000 ആണ്. നമ്മള് സെക്ഷൻ 107 അനുസരിച്ചിട്ട് അതിന്റെ 10% ആണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടയ്ക്കുന്നത് 20% ആണ്. സോ റിമൈനിങ് ആയിട്ടുള്ള 30,000ന്റെ 20%, സോ ദാറ്റ് വുഡ് ബി 6,000 റുപ്പീസ് ആയിരിക്കും ഇവിടെ അടയ്ക്കുക. അതിന്റെ ബാലൻസ് ആയിട്ടുള്ള, സോ 76,000 അടച്ചിട്ട് ബാലൻസ് ഉള്ള 24,000 എന്ന് പറയുന്നത് എന്താണ്, റിക്കവർ ചെയ്യുന്നതിൽ നിന്നും അപ്പലേറ്റ് അതോറിറ്റിക്ക് നിങ്ങൾ ഇവിടെ കേസ് കൺസിഡർ ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ റിക്കവറിംഗ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിരിക്കും ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഒരു സ്റ്റേ ഓർഡർ ആര് കൊടുക്കും, ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ കൊടുക്കുന്നതാണ്. അതാണ് റിക്കവറി പ്രൊസീഡിംഗ്സിൽ ആരും പറയുന്നത്. ഇത് മാറിപ്പോരുത് കേട്ടോ. സെക്ഷൻ 107 ആ റിമൈനിങ് പാർട്ട് ദെയർ ഓഫ് എന്ന് പറയുന്നതിന്റെ 10% ആണ്. ഇവിടെ എന്ന് പറയുന്നത് സം ഈക്വൽ ടു 20% ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പഠിച്ചാൽ മതി, ആ ഡിഫറൻസസ് മാത്രം. ബാക്കി എല്ലാ സംഭവങ്ങളും സെയിം ആണ്. എന്തൊക്കെയാണ് ആ ഒരു കോമൺ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിന്നും അടുത്തതിൽ എന്താണ് ഡിഫറൻസ്, ആ ഡിഫറൻസ് അനുസരിച്ച് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രൊസീജിയർ ഫോർ ഫയലിംഗ് അപ്പീൽസ് ടു ട്രൈബ്യൂണൽ അപ്ലൈ ചെയ്യാനുള്ള സെക്ഷൻ 111 തൊട്ട് മുമ്പത്തെ സെക്ഷൻ ആണ്. പ്രൊസീജിയർ ഫോർ ഫയലിംഗ് അപ്പീൽസ് ടു ട്രൈബ്യൂണൽ, അതിന്റെ പ്രൊസീഡിംഗ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഷാൽ ബി ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ ജസ്റ്റിസ് സബ്ജക്ട് ടു അതായത് ഒരു നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് എങ്ങനെയാണ് ഒരു നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് കോർട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയായിരിക്കും ട്രൈബ്യൂണലും അതിൻ്റെതായ പ്രിൻസിപ്പിൾസും എന്താണ് ഈ പറയുന്ന ന്യായങ്ങളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ഓരോ അപ്പീൽസും ഡീൽ ചെയ്യുന്നത്. ഷാൾ ഹാവ് ദ പവർ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ, അതിന്റെ പ്രൊസീജിയർ റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ ട്രൈബ്യൂണൽ തന്നെ ഉണ്ടായിരിക്കും. ഇറ്റ് ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ്, അതിന്റെ പവേഴ്സ് എന്ന് പറയുന്നത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം ഒരു സിവിൽ കോർട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള പവേഴ്സ് ആർക്കുണ്ടാവും, അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾക്കെതിരെ വൈൽ ട്രൈയിങ് എ സ്യൂട്ട് എന്ന് വെച്ചാൽ കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ ഒരു കേസ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാന്ന് പറയാം. അപ്പോൾ ഒരു സ്യൂട്ട്, സിവിൽ സ്യൂട്ട് എന്നൊക്കെ പറയും. സോ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ABCDEFG 7 കാര്യങ്ങളിൽ ഒരു സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം അപ്പലേറ്റ് ട്രൈബ്യൂണലിന് താഴെ പറയുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോർട്ടിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പവർ ഉണ്ടായിരിക്കുന്നതാണ്. എന്തൊക്കെ ചെയ്യുമ്പോഴാണ്, അതായത് താഴെ പറയുന്ന പവേഴ്സ് ഉണ്ടാവുന്നതാണ്. ഒരു സിവിൽ കോർട്ടിൻ്റെതായ പവേഴ്സ് ഉണ്ടാവും. ഒന്ന്, സമ്മണിങ് ആൻഡ് എൻഫോഴ്സിംഗ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ എക്സാമിനിങ് ഹിം ടു ഓത്ത്, അതായത് ഒരു വ്യക്തിയെ വിളിപ്പിച്ച് അയാളിൽ നിന്നും എന്താണ് അയാളെ എക്സാമിൻ ചെയ്യാനുള്ള, എക്സാമിനിങ് ഹിം ഓൺ ഓത്ത് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് സത്യപ്രതിജ്ഞ എടുത്ത് സത്യം മാത്രമേ ബോധിക്കുള്ളൂ, സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല, ഒരു ഓത്ത് പറയുമല്ലോ, ആ ഓത്ത് വെച്ച് ആ വ്യക്തിയെ എക്സാമിൻ ചെയ്യുന്ന കോർട്ട്, അതായത് സാക്ഷി വിസ്താരം നടത്തുക എന്നൊക്കെയാണ് പറയുക. വിസ്തരിക്കാനുള്ള അധികാരം ആർക്കുണ്ടാവും, അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ഉണ്ടാവും. ദെൻ രണ്ടാമത് പറയുന്നത് ഡിസ്കവർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. ഇത് റിഗാർഡിംഗ് ആയിട്ടുള്ള നിങ്ങൾ ഡോക്യുമെന്റ്സിന്റെ റിക്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ അവിടെ ഹാജരാക്കുകയോ ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള പവർ ഉണ്ടാവും. റിസീവിംഗ് എവിഡൻസ് ഓൺ അഫിഡാവിറ്റ്സ് സത്യവാങ്മൂലം എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്താണ് ഈ പറയുന്ന കേസ് മുഖാന്തരം സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടാവും.
Then, subject to provisions of 123, 124 of the Indian Evidence Act of 1872, requisitioning any public record or document or a copy of such a record or document from any office. ഏത് ഓഫീസിൽ നിന്നും ഒരു പബ്ലിക് റെക്കോർഡോ ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കോർഡിന്റെയോ ഡോക്യുമെന്റിന്റെയോ കോപ്പിയോ ഏത് ഓഫീസിൽ നിന്നും ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 123, 124 പ്രകാരം ഹാജരാക്കാനായിട്ടും അത് എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് ആർക്ക്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്. Then issuing commissions for examinations for witness and documents. സാക്ഷികളെ വിസ്തരിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അനലൈസ് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനോ ആയിട്ട് കമ്മീഷനുകളെ നിയമിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഡിസ്മിസിംഗ് എ റെപ്രസെന്റേഷൻ ഫോർ ഡിഫോൾട്ട് ഓർ ഡിസൈഡിംഗ് ഇറ്റ് എക്സ് പാർട്ടെ. റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും അതൊരു എവിഡൻസ് ആവാം അല്ലെങ്കിൽ ഒരു സാക്ഷിയാവാം. അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷനെ എന്താണ് ഡിഫോൾട്ട് എന്ന രീതിയിൽ അത് എന്താണ് ഈ വാലിഡ് അല്ല എന്ന രീതിയിൽ അയാളെ വേണ്ടെന്ന് വെക്കാനും അല്ലെങ്കിൽ ഡിസൈഡിങ് ഇറ്റ് എക്സ് പാർട്ടെ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് എന്ന രീതിയിൽ ഡിസ്മിസ് ചെയ്യാനും എക്സ് പാർട്ടിയുടെ ജസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഓർ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് വൺ സൈഡ് ഓർ ഓഫ് ആൻ ഇൻട്രസ്റ്റഡ് ഔട്ട്സൈഡ് പാർട്ടി. അതായത് മറ്റൊരാളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസ്യൂതമായിട്ടാണ് അല്ലെങ്കിൽ വേറൊരാളെ ഈ പറയുന്ന ഒരു സാധനം കൺസിഡർ ചെയ്താൽ അത് എന്താണ് ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് ആയിരിക്കും നീങ്ങുക, അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ ആയിരിക്കും എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ അൺഫെയർ ആയിരിക്കും എന്ന രീതിയിൽ അതാണ് എക്സ് പാർട്ടെ. അതായത് ഇൻ ഫേവർ ഓഫ് സംവൺ എൽസ് എന്ന രീതിയിലാക്കി അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന ബേസിസിലോ ഈ പറയുന്ന ഒരു റെപ്രസെന്റേഷനെ ക്യാൻസൽ ചെയ്യാനുള്ള ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. സെറ്റിംഗ് അസൈഡ് ഓഫ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി റെപ്രസെന്റേഷൻ ഫോർ ഡിഫോൾട്ട് ഓർ എനി ഓർഡർ പാസ്ഡ് ബൈ ഇറ്റ് ഇൻ എക്സ് പാർട്ടി. ഇനി വേറെ ഏതെങ്കിലും അതോറിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന കമ്മീഷണർ ആയിട്ട് ഇങ്ങനത്തെ ഒരു റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്മിസലോ ഏതെങ്കിലും മറ്റൊരു അപ്പലേറ്റ് അതോറിറ്റിയോ അല്ലെങ്കിൽ റിവിഷണറി അതോറിറ്റിയോ ഇങ്ങനെ എന്തെങ്കിലും ഡിസ്മിസൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്മിസൽ ഓർഡറിനെ ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ള അധികാരവും എന്തുണ്ട് ഈ പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ റെപ്രസെന്റേഷൻ ഡിസ്മിസ് ചെയ്യാനും ഒരു വ്യക്തിയെ റെപ്രസെന്റേഷൻ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഡിസ്മിസ് ചെയ്യാനും, അതായത് ആ ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ആ റെപ്രസെന്റേഷനെ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കുണ്ടാവും? അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടാവും. ആൻഡ് എനി അതർ മാറ്റർ വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്. Then any order made by the appellate tribunal may be enforced in the same matter as if a decree by court and tribunal is for execution its order within local limits of jurisdiction. അതായത് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഈ പറയുന്ന സിവിൽ കോർട്ടിന് അതേ പവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ വിധി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കോടതി വിധിയോട് അതേ രീതിയിൽ തന്നെ വേണം അത് അനുശാസിക്കപ്പെടാൻ പറയുന്നത്. മാത്രമല്ല ഇതിന്റെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോർട്ടുകളിലേക്ക് എന്താണ് അവരുടെ അധികാര പരിധിയിലുള്ള കോർട്ടിലേക്ക് ഈ പറയുന്ന ഓർഡേഴ്സ് ഫോർവേഡ് ചെയ്യാനും അത് പ്രകാരം എക്സിക്യൂട്ട് ചെയ്യാനും എന്താണ് ഓർഡർ ഇടാവുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക്? അത് ഏതൊക്കെ സിറ്റുവേഷൻ? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഒരു കമ്പനിയുടെ എതിരെയാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജൂറിസ്ഡിക്ഷനിലാണ് കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന സിറ്റുവേഷനിൽ. 2, ഒരു വ്യക്തിക്കെതിരെയാണ് ഒരു ഓർഡർ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ വെൻ ദാറ്റ് പേഴ്സൺ കൺസേൺ വോളണ്ടറിലി അല്ലെ സാധാരണഗതിയിൽ താമസിക്കുന്ന ഇടം ഈ പറയുന്ന ജൂറിസ്ഡിക്ഷനിലോ അല്ലെങ്കിൽ അയാള് ബിസിനസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടോ അയാള് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാള് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രദേശമോ ഈ പറയുന്ന ജൂറിസ്ഡിക്ഷനിലോ പെടുകയാണെങ്കിൽ ആ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു കോർട്ടിൽ ഇത് പ്രകാരം ഇയാൾക്കെതിരെ ഒരു ഓർഡർ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ജൂറിസ്ഡിക്ഷനിലുള്ള കോർട്ടിലേക്കും ഈ പറയുന്ന ഓർഡർ ഇറക്കാവുന്നതാണ്. Then orders of appellate tribunal section 113. അതായത് ഈ പറയുന്ന 2 പാർട്ടീസിനും അവരുടെ സൈഡുകളും കേട്ട് കഴിഞ്ഞ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. താഴെ പറയുന്ന ഡിസിഷൻസിലേക്ക് എത്താൻ അല്ലെങ്കിൽ താഴെ പറയുന്ന അധികാരങ്ങൾ ഉണ്ടായിരിക്കും. പാസ് സച്ച് ഓർഡേഴ്സ്, എന്തൊക്കെ ഓർഡേഴ്സ് ആണോ അതിന് ഫിറ്റായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ന്യായമായിട്ട് തോന്നുന്നത് അത് പാസ്സാക്കാനുള്ള അധികാരം ഉണ്ടാവും. കൺഫേമിംഗ്, മോഡിഫൈങ്, അന്യൂളിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് may refer the case back to the appellate authority or revisional authority or to the original adjudicating authority. നമ്മൾ നേരത്തെ പറഞ്ഞു റെഫർ ബാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു കമ്മീഷണറിന്. പക്ഷെ അപ്പീലേറ്റ് അതോറിറ്റിക്ക് റെഫർ ബാക്ക് ചെയ്യാൻ സാധിക്കുകയും ഈ ഓർഡറിനെ
അത് അനുസരിച്ച് കൺഫേം ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അന്യൂളി പക്ഷേ ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയോ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും? അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടായിരിക്കുന്നതാണ്. വിത്ത് സച്ച് ഡയറക്ഷൻസ് ആസ് ഇറ്റ് മേ തിങ്ക് ഫിറ്റ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് പ്രൊസീജിയർ വഴിയാണ് ഇതിങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അതിനും ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അധികാരം ഉണ്ടായിരിക്കും. ഫോർ എ ഫ്രഷ് അഡ്ജൂഡിക്കേഷൻ ഓർ ഡിസിഷൻ ആഫ്റ്റർ ടേക്കിംഗ് അഡീഷണൽ എവിഡൻസ് ഇഫ് നെസസറി. ഇനി ഒരു തീരുമാനം എടുത്തു, അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തോന്നുകയാണ് അല്ല ഒന്നും കൂടി എടുക്കേണ്ടതാണെന്ന് വെച്ചത്, ആ അഡ്ജുഡിക്കേഷൻ ആ തീരുമാനമാണ്. ആ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത് ആ ഓർഡർ അവിടെ നിർത്തിയിട്ട് പുതിയ എവിഡൻസിന്റെ വെളിച്ചത്തിൽ ഈ ഓർഡർ ഒന്ന് മാറ്റാനുള്ള അധികാരവും ആർക്കുണ്ടാവും? ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടാവും. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന പാർട്ടീസിനോ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടീസിനോ ഈ പറയുന്ന എന്താണ് സഫീഷ്യന്റ് ആയിട്ടുള്ള കോഴ്സ് കാണിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കാലാവധി, ഒരു ചെറിയൊരു അവധി കൊടുക്കാവുന്നതാണ്. അതായത് ഈ പറയുന്ന പീരീഡിനകം നമ്മൾ പറഞ്ഞില്ലേ, ഒരു 60 ഡേയ്സിനകം വേണം, 30 ഡേയ്സിനകം വേണം എന്നൊരു പീരീഡിന് പറഞ്ഞില്ലേ. അപ്പൊ ആ പീരീഡിനകം അല്ലാതെ കുറച്ചും കൂടി സഫീഷ്യന്റ് കോഴ്സ് ഞങ്ങൾക്ക് ഇതിനകം അത് അപ്പീൽ കൊടുക്കാൻ പറ്റാണ്ടിരുന്നത് ഈ ഒരു കാരണത്താലാണെന്ന് പറഞ്ഞാൽ അതും കൺസിഡർ ചെയ്യാൻ ഒരു അവധി വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആ ഹിയറിംഗ് സെഷൻ എന്ന് പറയുന്നത് അഡ്ജോൺ ചെയ്യുക, മാറ്റി വെക്കുകയോ ചെയ്യാനുള്ള അധികാരം അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ടാവും. മാത്രമല്ല ആസ് ഫാർ ആസ് പോസിബിൾ ഹിയർ ആൻഡ് ഡിസൈഡ് എവറി അപ്പീൽ വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ. കഴിവതും ഏതൊരു അപ്പീലാണോ കിട്ടുന്നത് അത് അപ്പീൽ കിട്ടി ഒരു വർഷത്തിനകം അതിന് കഴിയാവുന്നത്ര രീതിയിൽ അത് കേട്ട് അതിന്റെ ഗ്രീവൻസ് കാര്യങ്ങൾ റിഡ്രസ് ചെയ്ത് കൊടുക്കണം എന്നും ആണ് ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഓർഡേഴ്സിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ഓഫ് എമൗണ്ട് പെയ്ഡ് ഫോർ അഡ്മിഷൻ ഓഫ് അപ്പീൽ where any amount paid by the appellant under section 107, 112 is required to be refunded consequent to any order of the appellate authority or അതായത് ഈ 107 പ്രകാരമോ 112 റെവിഷണറി അതോറിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മീഷണർ ഓഫ് അപ്പീൽസ് പ്രകാരമോ എന്തെങ്കിലും ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ച് അവർ റീഫണ്ട് ചെയ്യുമ്പോൾ അത് എത്ര എമൗണ്ടിനാണോ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും കൂടി കണക്കാക്കിയിട്ട് വേണം ഏത് എമൗണ്ട് എന്നാണോ ഇവർ എമൗണ്ട് അടച്ചത് എന്നാണോ റീഫണ്ട് ചെയ്തത് ആ പീരിയഡിലേക്ക് എത്ര എമൗണ്ട് ആണോ എത്ര ഇൻട്രസ്റ്റ് ആണോ പ്രിസ്ക്രൈബ്ഡ് ആ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് വേണം തിരിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ഓഫ് എമൗണ്ട് പെയ്ഡ് ഫോർ അഡ്മിഷൻ ഓഫ് അപ്പീൽ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വി വിൽ ഡിസ്കസിങ് അബൌട്ട് അപ്പീൽസ് ടു ഹൈക്കോർട്ട് സെക്ഷൻ 170.